ലുലുവിൽ ഓഫർ ഉണ്ട് പറഞ്ഞിട്ട് പോയിട്ട് സാധനങ്ങൾ വാങ്ങി. കുറേ സാധനങ്ങൾ ഇതൊക്കെ ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടോ, കണ്ടില്ലേ, അത്യാവശ്യം ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലുലുവിൽ ഇപ്പോൾ ഞാൻ സാധാരണ അയച്ചാൽ അവർ ചുമ്മാ പറ്റിക്കില്ല, ഇങ്ങനത്തെ പരിപാടികളൊക്കെ വീട്ടിലേക്കുള്ള സാധനങ്ങളില്ലേ, ഇതിനൊക്കെ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട്. 200 രൂപേൻ്റെ ഓഫൊക്കെ ഉണ്ട് ഈ സാധനം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് വാങ്ങി. പിന്നെ കിറ്റ്കാറ്റ് ഇല്ലേ, കിറ്റ്കാറ്റ് നിങ്ങൾക്ക് ലുലുന്ന് 50 കേസ്, അതായത് 50% ഓഫറാണ്. 200 രൂപേൻ്റെ സാധനം 100 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ കിറ്റ്കാറ്റ് കിട്ടും. ഞാൻ കിറ്റ്കാറ്റ് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ നിങ്ങൾ സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വാങ്ങാം. പിന്നെ മഞ്ചില്ലതാ, ഈ മഞ്ചും 50% ഓഫർ, അത് 200 രൂപയാണ്. അപ്പോൾ 100 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ലുലിലേക്ക് കിട്ടോളി. ഫോട്ടോ എടുക്കാൻ പോകുന്നത് ഇതാണ് ബില്ല്. ഇത് മൊത്തം ഞാൻ വാങ്ങി. ഇത് നോക്കണം ഇനി ബില്ല് പോയായിരുന്നു. ഇതൊന്ന് പിടിച്ചതിന് തലന്ന് പിടിക്കടി. നമ്മൾ വാങ്ങിയത് ടോട്ടൽ എത്ര ആയി? 4000 സംതിങ് റുപ്പീസിനാട്ടോ നമ്മൾ വാങ്ങിയത്. ഓക്കെ, അപ്പോൾ നമ്മളിഞ്ഞ് അവരടിച്ച ബില്ല് കറക്റ്റാണോ നോക്കണം. എല്ലാം പകുതി വിലക്ക് നമ്മൾ വാങ്ങിയത് ഓൾമോസ്റ്റ്. ഡവിൻ്റെ എന്താ പറയുക ഷവർ ജെല്ല് ഗൈസ് 800 റുപ്പീസിനാണ് ഞങ്ങൾക്ക് ഒരു 400 സംതിങ്ങിന് കിട്ടി. ഗൈസ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ മാർക്കോ കാണാൻ പോയിരുന്നു കേട്ടോ, അടിപൊളി പടമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഓഫറും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പം വാങ്ങാൻ കഴിയില്ല, ഭയങ്കര ക്രൗഡ്. അപ്പോൾ ഇന്ന് മോർണിംഗ് പോയപ്പം കുറച്ച് സാധനങ്ങളൊക്കെ. പിന്നെ ലുലു ഫാഷനിൽ നിങ്ങൾ ബാഗോ പിന്നെ പെർഫ്യൂംസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ 50% 60% ഓഫറുണ്ട്. പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമില്ല കേട്ടോ. ഞാൻ പോയ സാധാരണ തള്ളലാണല്ലോ, അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ഓഫറുണ്ട്. അപ്പോൾ ജസ്റ്റ് പോയി വാങ്ങി. നിങ്ങൾക്ക് താല്പര്യം ചെക്ക് ചെയ്തോണ്ട്. ഓപ്പൺ പിന്നെ ഇന്നൊരു വെഡ്ഡിങ്ങിൻ്റെ പൂൾ പാർട്ടി അറ്റൻഡ് ചെയ്യാനുണ്ട്. നമ്മളെ ശരണ്യല്ലേ, സോ അവളുടെ വെഡ്ഡിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പൂൾ പാർട്ടി ഉണ്ട്. ഞാൻ ഇന്നേരെ പൂൾ പാർട്ടി പോയിട്ടില്ല. അപ്പം ഞാനും കുഞ്ഞൊക്കെ റെഡി ആയിട്ട് ഇന്ന് പൂൾ പാർട്ടി ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് കേസ് ഒരു പൂൾ പാർട്ടി. എന്നോട് പറഞ്ഞത് ബീച്ച് വൈബിലുള്ള ഡ്രസ്സ് ഇടാനാട്ടോ. പക്ഷേ അൽഫിക്ക് കുറേ ബീച്ച് വൈബ് ഉണ്ട് തോന്നുന്നു, പക്ഷേ എനിക്ക് ബീച്ച് വൈബ് ഒന്നുമില്ല. ഞാൻ ബീച്ചിലൊന്നും പോകാത്തതുകൊണ്ട് എനിക്ക് ബീച്ച് വൈബും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തിടുന്നു ഒരു ഐഡിയ. കുഞ്ഞു ഹായ് കൊടുക്കാം. ആരാ അടുത്ത ഫോട്ടോ എടുക്കാൻ പോകുന്നത്? ബേബി നമ്മുടെ കുഞ്ഞു പോയി ബേബി. എന്റെ കുഞ്ഞിന് തന്നെ പറ്റി. അയ്യോ എന്റെ കുഞ്ഞു.
അവൻ കുമ്പളങ്ങിലെ നീന്തല ഞാൻ ഒന്ന് പറയാം. റെഡി സെറ്റ് ഗോയിലാണ് പോയത്. വെൽക്കം ബാക്ക്. ബൈ ദ വേ, ഇത് വേറെ എന്താ പറയുക സെപ്പറേറ്റ് ക്ലിപ്പായിട്ട് എടുത്തതാണ്. പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ ഡ്യൂട്ടി ഗോവയിലേക്ക് പോയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഗോവ ഓക്കെ, ഞാൻ കൊണ്ടാക്കി കൊടുത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ അവിടെ ചില്ലിങ് ആണ്, ഗോവയിൽ ചില്ലിങ്. പക്ഷെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ സമയത്തും ഓരോ മണിക്കൂർ വിട്ട് എന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ കേസ് ഈ സമയത്തൊക്കെ അല്ലെങ്കിൽ എട്ടംകളി കിടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വീഡിയോകൾ ഇതൊക്കെ എന്താണ് ഗോവയത്തെ സ്പെഷ്യൽ. ഞാനും ഫ്രണ്ട്സ് ഗോവ പോയപ്പോൾ അയ്യോ ഒരു ദുരന്തമായിരുന്നു. ഇവൾക്ക് ഇനി എന്താണെന്ന് അറിയാം. ഇവൾ കോളേജിൽ നിന്നാണല്ലോ പോയത്. നമുക്ക് വീഡിയോ കോൾ ചെയ്ത് നോക്കാം. പിക്കപ്പ് ദ കോൾ കുഞ്ഞു. കണക്റ്റിംഗ്. മൈ ബേബി കുട്ടി, വാട്ട്സ്ആപ്പ് ഗ്ലിച്ചാണല്ലോ കുഞ്ഞു. എങ്ങനെയുണ്ട് അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ? കേൾക്കുന്നില്ലടി, സോറി. ഒക്കെയല്ലേ 4000 രൂപ തന്നേ. ഉമ്മച്ചിക്ക് നീ എന്താ വാങ്ങി? എനിക്കൊന്നുമില്ല. എല്ലാം ഞാൻ വീഡിയോയിൽ എടുത്തിനടി കള്ളത്തി. എല്ലാം വീഡിയോ എടുത്തിനടി കള്ളത്തി. സ്നേഹമില്ലാത്ത അനിയത്തി. ആ കുരുട്ടിഞ്ഞ് ഏകദേശം 5-6 ദിവസം കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ കേട്ടോ. ഒരു ദിവസം അങ്ങോട്ടും ഒരു ദിവസം ഇങ്ങോട്ടും, അവിടെ 3 ദിവസം ഉണ്ടാവുള്ളൂ. പിന്നെ മാർക്കോ, എന്താ പറയുക, നമ്മളെ മലയാളത്തിലത്തെ പടങ്ങൾ വെച്ച് നോക്കുമ്പം സെക്കൻഡ് ഹാഫ് ഭയങ്കര ബ്രൂട്ടൽ, ഒരു ഭയങ്കര വയലൻസ് സാധനം. പിന്നെ നമ്മൾ എന്താ പറയുക, അത്ര വയലൻസ് പടമാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇംഗ്ലീഷ് പടവും കൊറിയൻ പടങ്ങളൊക്കെ കണ്ട് നെറ്റ്ഫ്ലിക്സിലും അതുപോലെ തന്നെ ആമസോണും അങ്ങനെ കണ്ട് നമുക്ക് ഒരുവിധം ബ്രൂട്ടൽ സാധനങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അൽഫിക്ക് ഒരു സാധനം കാണിച്ചത്. അതൊക്കെ അതും പച്ചയിൽ ഇങ്ങനെ ബ്രൂട്ടൽ സാധനങ്ങൾ കാണിക്കും. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഒരു മലയാളത്തിൽ നിന്ന് ഇത്ര ബ്രൂട്ടൽ സാധനം, അതും ഇങ്ങനെ എന്താ പറയുക പച്ചയിൽ ഇത് കാണിക്കുന്ന ഒരു സാധനങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും എൻജോയ് ചെയ്ത്. പക്ഷേ എവിടൊക്കെ എന്തൊക്കെ ഈ ഡയലോഗ് പറയുന്നതിലൊരു സാധനം ഉണ്ടല്ലോ, അതിപ്പം നമ്മളുടെ ഇവനില്ല എന്താ പറയുക KGF ആ ഒരു വില്ലൻ വന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ നമുക്ക് തോന്നും ഇന്നെന്തെങ്കിലും നടക്കുന്ന ആ പവർ, ഡയലോഗുള്ള പവർ എവിടൊക്കെ മിസ്സിങ് ആയിരുന്നു. പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡും ബോഡി സ്ലാഗും അതുപോലത്തെ എന്താ പറയുക ബാക്കിയുള്ള ഫിലിം മേക്കിങ്ങും സാധനങ്ങളൊക്കെ സെറ്റായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല നൈസായിരുന്നു. അത്രേ ഉള്ളൂ. അൽഫി താഴത്താണ്. ഞങ്ങൾ ചെമ്മീനൊക്കെ വേണത് പൊരിച്ച് കഴിക്കാം. ചെമ്മീൻ പൊരിച്ചതല്ല, ഞങ്ങൾ ചെമ്മീൻ റോസ്റ്റാക്കി. ആഹാ, ഞാൻ ഓൾറെഡി കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ, നല്ല യമ്മി ടേസ്റ്റ് ഉണ്ട്. ആൻഡ് എൻ്റെ ബേബിൻ്റെ സ്പെഷ്യൽ എന്താണ് ബേബി? പാലട പായസം. ഇവൾക്ക് നല്ല പാലട പായസം. ഇവൾക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങളുണ്ട് ഗൈസ്, അത് നല്ലോണം കുക്ക് ചെയ്ത് ഉണ്ടാക്കാറ് കേട്ടോ. ആഹാ സെറ്റ്. ഇവിടെ കൊതി വെക്കുന്നില്ല, വെച്ചാൽ കരിഞ്ഞു. അത് ചൂടാണ് ബേബി, അത് പൊള്ളാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അടുപ്പത്തുനിന്ന് എടുത്തിട്ടാണ് കയ്യിലാക്കുന്നത്. അയ്യോ നല്ല രസമുണ്ട്. പട്ടി എൻ്റെ കൈ പൊള്ളിപ്പോയി ഗൈസ്. ഓ ഷിറ്റ്. പായസം വേറെ ലെവലാട്ടോ. ഞാൻ ഇതിനു മുമ്പും കുടിച്ചിട്ടുണ്ട്. ഞങ്ങൾ റിലേഷനിലായപ്പോഴും അല്ലെങ്കിൽ പായസം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പായസം ഉണ്ടാക്കി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ. ഞങ്ങൾ കുറച്ച് ട്രിപ്പൊക്കെ പ്ലാൻ ആയിട്ട് ഫ്യൂച്ചറിൽ വരും. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദി വീഡിയോ ആൻഡ്